ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഗൂഡല്ലൂരിനടുത്തുള്ള ഓവാലി എന്ന സ്ഥലം കാണാനാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ടൗണിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറെ പ്രശസ്തമായ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണ് ഗൂഡല്ലൂർ. ഗൂഡല്ലൂരിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് ഓവാലി. കൂടുന്ന ഊര് എന്ന അർത്ഥത്തിലാണ് ഗൂഡല്ലൂരിന് ആ പേര് വന്നത്. മലയാളികൾക്ക് ഏറെ പരിചിതമായ ഗൂഡല്ലൂർ നീലഗിരി ജില്ലയുടെ കവാടം എന്നറിയപ്പെടുന്നു. ഓവാലി ഒരു തർക്കഭൂമിയാണ്. ഇവിടെ എല്ലാ നിർമ്മാണ പ്രവൃത്തികൾ നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രതിപാദിപ്പിക്കുന്ന ബോർഡ് ഇവിടെ നമുക്ക് കാണാം. യാത്രാമധ്യേ വലിയൊരു പാറക്കെട്ടിന് ചുവട്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അമ്പലം കാണാം. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ, പന്തല്ലൂർ എന്നീ താലൂക്കുകൾ 1877 വരെ തെക്കുകിഴക്കൻ വയനാടിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും ഒരു കാലത്ത് മലബാർ ജില്ലയിൽ ഉൾപ്പെട്ടിരുന്ന ഗൂഡല്ലൂരിൽ അധിവസിക്കുന്നവരിൽ നല്ലൊരു പങ്കും മലയാളികളാണ്. ഇവിടെ നിന്നും 1 മണിക്കൂർ യാത്ര കൊണ്ട് തന്നെ നമുക്ക് കേരള കർണാടക അതിർത്തിയിലെത്താൻ കഴിയും. ഗൂഡല്ലൂരിനടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് ലൊക്കേഷനുകളാണ് നീഡിൽ റോക്ക്, മുതുമല നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം തുടങ്ങിയവ. ഓവാലിയിലൂടെ ഒഴുകുന്ന പുന്നപ്പുഴയാണിത്. പാണ്ടിപ്പുഴ എന്നും ഇതറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഒരു ഇരുമ്പ് പാലമാണിത്. റോഡിന് സമീപത്തായി കാണുന്ന ഈ ചെറിയ ഇടവഴിയിലൂടെ നടന്ന് നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാം. ഈ പ്രദേശത്ത് കാപ്പിത്തോട്ടങ്ങൾ സ്ഥാപിച്ച ജെയിംസ് ഓച്ചർലോണിയുടെ പേരിൽ നിന്നാണ് ഓവാലി എന്ന പേരിൻ്റെ ഉത്ഭവം. ഗൂഡല്ലൂർ താലൂക്കിലെ ഒരു ടൗൺ പഞ്ചായത്താണ് ഓവാലി. മുതുമല നാഷണൽ പാർക്കിനും ന്യൂ അമരമ്പലം റിസർവ്ഡ് ഫോറസ്റ്റിനും ഇടയിലാണിത്. പോകുന്ന വഴി മഞ്ജുശ്രീ ടീ പ്ലാന്റേഷന്റെ പ്രവർത്തനം നിലച്ചൊരു ഫാക്ടറി നമുക്ക് കാണാം. ഇതുപോലെയുള്ള ചെറിയ വാട്ടർഫാൾസുകളുണ്ട് ഇവിടെ. വളരെ വീതി കുറഞ്ഞ റോഡാണെങ്കിലും ഈ അടുത്ത് ടാറിങ് കഴിഞ്ഞതാണിത്. രണ്ടായിരത്തി 2011 സെൻസസ് പ്രകാരം 5307 കുടുംബങ്ങൾ ഈ താഴ്വരയിൽ താമസിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്വർണ്ണ ഖനനത്തിനായി പന്തല്ലൂരിൽ ഒരു ടൗൺഷിപ്പ് സ്ഥാപിക്കുകയും പിൽക്കാലത്ത് സ്വർണ്ണ ഖനനം വിജയകരമാക്കാനാവാതെ കമ്പനികൾ പിന്മാറുകയും ഇവിടെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കുകയുമായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. നീണ്ടു പരന്നു കിടക്കുന്ന ഈ ചായത്തോട്ടങ്ങൾ നീലഗിരി കുന്നുകളെ കൂടുതൽ സുന്ദരിയാക്കുന്നു. ഊട്ടിയിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഊട്ടിയാണ്. ഗൂഡല്ലൂരിൽ നിന്നും ഓവാലിയിലേക്ക് ബസ് സർവീസും ഉണ്ട്. ഇവിടുത്തെ പ്രധാന കൃഷികളിൽ ഏലവും ഉൾപ്പെടുന്നു. വിനോദസഞ്ചാരികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഊട്ടിയോട് ചേർന്ന് കിടക്കുന്ന അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരിടമാണിത്. ഈ വഴിയിലെ ഓരോ വളവുകൾക്കപ്പുറവും ഒരു പുതിയ കാഴ്ചയൊരുക്കി പ്രകൃതി കാത്തിരിക്കുന്നുണ്ടാവും.
ഓവാലി താഴ്വരയിലെ പ്രസിദ്ധമായ സന്തനമലയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. സന്തനമലയിലെ മുരുകൻ ടെമ്പിളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മലനിരകളിലൂടെ ഒഴുകുന്ന നീരൊഴുക്ക് കാണാം. പതിവായി ആനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണിത്. മനുഷ്യൻ മലിനമാക്കാൻ വിട്ടുപോയ ഒരു ചെറിയ ഭൂമികയുടെ വലിയ അത്ഭുത കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കിക്കാണാൻ കഴിയുന്നത്. വർഷം മുമ്പ് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 24 മണിക്കൂറും തുറക്കുന്നതാണ്. അമ്പലത്തിന്റെ ഉൾവശത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഊട്ടി, മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണിത്. ക്യാമറയിൽ ഞാൻ പകർത്തിയ ഈ ദൃശ്യങ്ങളെക്കാളും എത്രയോ ഭംഗിയുള്ള കാഴ്ചകളും അന്തരീക്ഷവുമാണ് ഇവിടുത്തെ. ചന്ദനമലയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മലയിറങ്ങുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.